വാട്സപ്പ് ഗൈസ് എല്ലാം മച്ചറക്കൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. ഇത് ഗൈസ് ഭയങ്കര എപ്പിസോഡ് 4 ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ബേസിൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് മൂവ് ടു അവർ ബേസ് ബിൽഡിങ്. അപ്പോൾ ഗൈസ് പിന്നെ ഇതൊക്കെ കുറച്ച് പൊട്ടിച്ചോളും. മിക്കവാറും ഈ വീട് ഞാൻ ഫുള്ള് പൊട്ടിക്കും, കാരണം നമ്മുടെ ഈ സ്ഥലത്തിന് അത് മാച്ചല്ല ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ സ്റ്റെപ്പൊക്കെ പണിയുമ്പോൾ അതൊട്ടും മാച്ചല്ലാതെ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റിയിട്ടത്. ഗൈസ് എൻ്റെ കയ്യിലൊരു ഷീൽഡ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇതങ്ങനെ ഇടാൻ പറ്റൂലേ? ഇതങ്ങനെ ഇടാൻ പറ്റില്ല ഗൈസ്. അമ്മേ, എന്തോ സാധനം ഗൈസ്. ആവോ, എന്തോ ഒരു സാധനം വന്ന് അടിച്ചിട്ടിട്ടു. അടിയടാ 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 അടിയടാ. എന്താ കഴിഞ്ഞാണ് നിന്നെ തോന്നിയാസം ഗൈസ്? ഇത്ര മാസം എന്ന് പറഞ്ഞാൽ മാസമാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇതിൻ്റെ ഷീൽഡൊന്ന് മാറ്റി വെക്കട്ടെ. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഗൈസ് നമ്മുടെ ബേസ് പണിയുള്ള എല്ലാ സാധനങ്ങളും ഗൈസ് ഇത് കേൾക്കണ്ട ഗൈസ്. ഈ ഏരിയ കുറച്ച് അങ്ങോട്ടൊക്കെ കഴിഞ്ഞു പോയ ഗൈസ് ഇഷ്ടംമാതിരി ഇതേപോലത്തെ ലോഗിൻ്റെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഗൈസ്. അവിടെ പോയി ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് ഗൈസ് കണ്ട ഗൈസ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം ഗൈസ്. അതിന് ഈ വെപ്പൺസ് നമുക്ക് അങ്ങോട്ട് എടുത്ത് വച്ചേക്കാം ഗൈസ്. ഒരു ചിക്കൻ എടുത്തോട്ടെ, ഇത് രണ്ടും എടുത്ത് വെച്ചേക്കാം. ഫുഡ് ഫസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ പണിയാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഗൈസ് നമുക്ക് ഇതിൻ്റെ താഴെയല്ലേ എവിടെ, അപ്പം നമുക്ക് അങ്ങറ്റത്തൊന്ന് തുടങ്ങാം ഗൈസ്. അതാണ് അതിൻ്റെ ഒരു ഇത് നമ്മൾ 6 ബ്ലോക്ക് ഒരു ഇതിലേക്ക് വെക്കണം. 1 2 3 4 5 6. ഓക്കെ ഗൈസ്, 6 ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 5 ബ്ലോക്കാണ്. ഞാൻ ഇതിൻ്റെ മേളിൽ ഒരു വേറൊരു ബ്ലോക്കും കൂടി പണിയാം ഗൈസ്. അത് ചാവോ അല്ലേ സ്തോത്രസ്. അയ്യോ, 1 2 3 4. നാലാമത്തെ ബ്ലോക്കിൽ ഗൈസ് നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ. അയ്യോ, എത്ര എണ്ണിയില്ല ഗൈസ്, ഒരെണ്ണം കൂടി പോയി ഗൈസ്. ആക്സ് എടുത്തിട്ട് ആരോടുള്ളായിരുന്നു ഗൈസ്. ഇപ്പം കറക്റ്റായി, ഒന്നും കൂടി വേണം ഗൈസ്. കറക്റ്റായി ഗൈസ്. ഇനി അല്ലേലും ഗൈസ് ഓത്രസ്. അപ്പം 1 2 3 4 ഇങ്ങനെ ഗൈസ് കണ്ട. ഇങ്ങനെ 4 അടി ബ്ലോക്ക് വെച്ച് ഫുള്ള് വച്ചിട്ട് നമുക്ക് പിന്നെയും കാണാം ഗൈസ്. ഇവിടെ പിന്നെ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഗൈസ് പണി. അതായത് ഇതിൻ്റെ ഇടയിൽ ഗൈസ് നമ്മൾ മറ്റേ ഈ ബ്ലോക്ക് വെക്കും ഗൈസ്. അപ്പം അങ്ങനെയാണ് ഞാൻ പണിയാൻ പോകുന്നത്. എൻ്റെ ഗൈസ് ഈ കുറച്ച് ഗ്യാപ്പിലൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇങ്ങനെ മേള ഗൈസ് ഒരു ബ്ലോക്ക് കൂടിപ്പോയൊരു ഡൗട്ട്. ഡൗട്ട് മാത്രമായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. എവിടെ? ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് അല്ല ഗൈസ്, ഇത് നിങ്ങൾ നോക്കി വേണ്ടിയും പറഞ്ഞിരിക്കുക. പിന്നെ ഗൈസ് പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഗെയിമും കളിക്കണം ഗൈസ്. മൈൻക്രാഫ്റ്റ് സർവൈവിങ് കൂടാതെ തന്നെ വേറെ ഒരു ഗെയിമും കളിക്കണം. അയ്യോ, താഴെ ഒന്നുമില്ല, കുഴപ്പമില്ല ഗൈസ്. മിക്കവാറും സ്ഥലങ്ങളിൽ പണി പെടും കേട്ടോ. കാരണം ഫുഡില്ല. ഫുഡ് മുക്കിയുമ്പോഴേ തീർന്നു ഗൈസ്. ഫുഡ് മുക്കിയുമ്പോഴേലും തീർന്നു. ഓക്കെ ഗൈസ്, പിന്നെ ഈ മരം കാണുന്നുണ്ട് രസം കേട്ടോ. ഒന്നുകൂടി ആർക്കാർ ചത്തേനെ ഗൈസ്. അങ്ങനെ ഗൈസ് പിന്നെന്തൊക്കെയാ, പിന്നെ ഇതുവരെയായിട്ട് ചാനൽ ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബും സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കുക ഗൈസ്. അയ്യോ, ഇതിൻ്റെ ഇടയിലില്ല ഗൈസ്. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ പെർഫെക്ഷൻ വേണം ഗൈസ്. ഇതിൻ്റെ മേളിൽ ഞങ്ങൾ ഇടുമെന്നാണ് പാട് ഗൈസ്.
അപ്പോൾ ഗൈസ് ഇത് 2 നില ആക്കണമെന്ന് ചോദിച്ച് എനിക്കങ്ങനെ ഇല്ല. പക്ഷേ 2 നില ആക്കണമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ആക്കണമെന്ന് ചോദിച്ചാലില്ല, ആക്കണമെന്ന് ചോദിച്ചാലും ഇല്ല. അതായത് ഞാൻ ഇപ്പം പറയാമെന്ന് വെച്ചാൽ, അതായത് നമ്മൾ 2 നില ആക്കണമെന്ന് ചോദിച്ചാൽ എനിക്കാക്കണ്ട, പക്ഷെ 2 നില ആക്കണ്ടെന്ന് ചോദിച്ചാൽ എനിക്കാക്കണം. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്താ അടുത്തതായിട്ട് നമുക്ക് ഏതെങ്കിലും ഹൊറർ ഗെയിം കളിക്കാം. പിന്നെ ഗൈസ് നമുക്ക് പിന്നെന്തൊക്കെ ഈ 3 എക്സ്ട്രാ പ്ലാൻ അപ്പോൾ വച്ച് തീർന്നതല്ലേ ഗൈസ്. ഞാൻ എക്സ്ട്രാ പ്ലാൻസ് ഒക്കെ എന്നൊക്കെ എഴുതി. അയ്യോ ഗൈസ്, എത്ര ദിവസത്തെ പണിയാണെന്നറിയോ ഇങ്ങനെ ചെയ്തെടുക്കുക. ഭയങ്കര പണിയാണ് ഇങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾ ഗൈസ് പുതിയ ബിൽഡിങ് എന്തൊക്കെ പണിയണം അതൊക്കെ പുതിയതായിട്ടൊന്നും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളത് അനുസരിച്ച് പിന്നെ ഇത് കുറേ അയൺ ഫാമൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് അയണിൻ്റെ ആവശ്യം വരുമോ എന്ന് ചോദിച്ചാൽ മൈനിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തായാലും കുറേ പ്രാവശ്യം ചാവേണ്ടതൊക്കെയല്ലേ. അതുകൊണ്ട് കുറേ സോംബീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചാവും. അപ്പോൾ അതിന് അയൺ രാത്രിയായ ഗൈസ് 2 മിനിറ്റ് പോലും നിൽക്കരുത് ചത്ത്. പിന്നെ നമുക്കൊരു തുറക്കങ്ങോട്ട് ഗൈസ് എന്തായാലും ആദ്യത്തെ വീട്ടിൽ പോയിട്ട് അത് ഗൈസ് ഇതിൻ്റെ കാര്യം കഴിഞ്ഞ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ എല്ലാം വെച്ചിട്ട് പെട്ടെന്ന് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് നമുക്ക് ഇങ്ങനെയും കാര്യങ്ങളൊക്കെ തന്നെ വച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി ഗൈസ് നമ്മുടെ വുഡ് എടുത്തിട്ട് നമുക്ക് 2 3 രീതിയിൽ ഇത് വയ്ക്കാം. അതായത് നമുക്കിത് വുഡ് എടുത്തിട്ട് ഒരെണ്ണം ഇങ്ങനെയും വെക്കാം, ഒരെണ്ണം ഇങ്ങനെയും വെക്കാം. എങ്ങനെ കാണിച്ചു തരാം ഗൈസ്. ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെയും വെക്കാം. പിന്നെ ഒരെണ്ണം ഇങ്ങനെ ഗൈസ്. ഇത് ഷോ പോയിട്ടുണ്ടല്ലേ ഗൈസ്, ഷോ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റേത് ഈ രീതിയിൽ തന്നെ ബ്ലോക്ക് മുന്നോട്ട് വെച്ചിട്ട് ഗൈസ് ഈ രീതിയിൽ തന്നെ വയ്ക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെയും കൂടി വെച്ചിട്ട് അത് പെട്ടെന്ന് കാണാം ഗൈസ്. ഫൈനലി ഗൈസ് നമ്മൾ ഗൈസ് ഒരു മേൽക്കൂരി വീടും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട്. ഇവിടെ 2 ഡോറും ബാക്കിയെല്ലാ സ്ഥലത്താണ്. പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പണിതിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇത്രയും സ്പേസ് വെറുതെ കിടക്കുക. ക്രീപ്പറല്ലേ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ വേറെ ഒന്നിനോ പോലെ തോന്നി ഗൈസ്. ക്രീപ്പറാ പൊട്ടിത്തരാ ഉമ്മി. എൻ്റെ അടുത്ത കളിയവൻ്റെ മുന്നിൽ തന്നെ കൊഴിയായി ഗൈസ്. ഈ ഒരു ഭാഗം ഗൈസ് എനിക്കൊരു ചെറിയൊരു ഐഡിയ വരണം. ഇതേത് മൂവ് കണ്ടെത്തിന്ന് ഗൈസ് ഞാൻ വീട്ടിൽ ഉള്ളിൽ കേട്ടെ ഗൈസ്. എന്നിട്ട് പറഞ്ഞുതരാം ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഗൈസ് ഇവിടുത്തുള്ള സാധനങ്ങളൊക്കെ പതുക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഗൈസ്. അതിന് ചെസ്റ്റൊക്കെ പൊട്ടിക്കാം. വെയിറ്റ്, ചെസ്റ്റ് പൊട്ടിക്കണം. നമുക്ക് ആദ്യം അവിടെ കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കാണ്ട് ഈ പ്ലാങ്ക് പോരട്ടെ. അവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് ആക്കാനുണ്ട് ഗൈസ്. ഒരു റൂം സെറ്റപ്പ് ആക്കണം. പിന്നെ ഈ ഏരിയ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ടോർച്ച് വെക്കണം. അങ്ങനത്തെ ജനൽ വിടണം. അതാണ് ഞാൻ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്. ജനൽ നമുക്ക് ഇവിടെ ഇങ്ങനെ 4 അയ്യോ അവിടെ ഇല്ല. ഇവിടെ ജനലുണ്ടായിരുന്നു കാണാനായിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ബ്ലോക്ക് പോയി. അങ്ങനെ ഗൈസ് ഈ 4 സൈഡിലും നമുക്കിങ്ങനെ വെക്കാം ഗൈസ്. 4 സൈഡിലല്ല, ഇപ്പം ഇവിടെ ഇടണമില്ലേ. എന്നിട്ട് നമുക്കിത് ഇവിടെ വരണം. ഇപ്പം കാണാൻ ഒരു ചെറിയ ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. എന്നിട്ടത് ഇവിടെ വരണം. ഇപ്പം ഇച്ചിരി വെളിച്ചം, പക്ഷേ മറ്റേമാര് കയറി വരുമെന്നാണ് എനിക്ക് ചെറിയ പേടി. ഈ മുട്ട തിന്നാൻ പറ്റും. അയ്യോ പൊട്ടിക്കല്ലേ.
എന്നിട്ട് ഈ 4 എന്നിട്ട് പൊട്ടിക്കുക. ഗ്ലാസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, ഇപ്പോൾ വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ജനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇച്ചിരി ഒന്ന് കവർ ചെയ്യാം. 2 ഡോറിനുള്ള സ്ഥലം മതി ഗൈസ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ 2 ഡോറായില്ലേ? ഇവിടെ ഇങ്ങനെ 2 കറക്റ്റായി ഗൈസ്. ഇത്ര ഹൈറ്റൊന്നും വരില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോഴാണ് ഒരു വീടിൻ്റെ എല്ലാ ഭാഗത്തും വരുന്നത്. ഈ ഒരു 2 ബ്ലോക്ക് പൊട്ടിച്ച് കളയാം. എന്നിട്ട് ഇവിടുത്തെ ഒരു 2 പൊട്ടിച്ച് കളയാം. എങ്കിലും അതിൻ്റെ ഒരു ഭംഗി കിട്ടിട്ടുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താ പറയണ്ടേ? കമോൺ. ഡോറ് ഗൈസ്. ഡോറ് നമുക്ക് ഇഷ്ടംമാതിരി ഡോറില്ലേ ഗൈസ്? 2 പറിച്ച് കളഞ്ഞാൽ മതി. ഇഷ്ടം പോലെ ഡോറൊക്കെ ഇല്ലേ? കണ്ട, ഒരു ഡോർ കിട്ടി. വേറെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ ഗൈസ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആവില്ലേ? ഗൈസ് 2 ഡോർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ മണ്ടയിലോട്ടങ്ങ് കയറാം. വേഗം പോ. എന്നിട്ട് ഇങ്ങനെ നോക്കാം. യെസ് ഗൈസ്. ഓക്കെ സമാന ഗൈസ്, നമ്മുടെ വീടിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊന്നാണ്, അതായത് ഇങ്ങനെ നമ്മൾ വരുമ്പോൾ തന്നെ ഇറങ്ങണം ചെസ്റ്റ് പ്ലേറ്റ് അങ്ങനെ എന്തോന്ന് അതിൻ്റെ പറയണ പേര് ഗൈസിന്. അതിന് ബെഡ് വെക്കാം ഗൈസ്. നമുക്ക് ഒരു നില തന്നെ മതി ഗൈസ്. കാരണം ഇപ്പം തന്നെ നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഐഡിയ അണ്ടർഗ്രൗണ്ടിലും കുറച്ചൊന്നും സെറ്റപ്പ് ആക്കിയാലോ എന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, വലിയ ആഡംബരമൊന്നുമില്ല ഗൈസ്. ഒരു ചെറിയൊരു റൂം, പിന്നെ ഇവിടെ ചെറിയൊരു കിച്ചൺ വരണമെന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഹോള്, നമുക്ക് ഇവിടെ ചെറിയൊരു ഹോള്, പിന്നെ അവിടെ ഒരു ചെറിയൊരു കിച്ചൺ. അത്രയും നമ്മൾ ഇത്ര വേണ്ടുള്ളൂ ഗൈസ്. ഇത്ര വലിയ ആഡംബരമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം നമ്മുടെ ബെഡ്, വൈറ്റ് ബെഡ് ഗൈസ് നമുക്ക് ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് റെസ്പോൺ പോയിന്റ് സെറ്റാക്കാം. റെസ്പോൺ പോയിന്റും കാര്യങ്ങളും നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കൊണ്ടുവരാം ഗൈസ്. ചെസ്റ്റ് ഫുഡില്ല ഗൈസ്. ഫുഡില്ല. മെലനുണ്ടോ? മട്ടൻ കഴിക്കാം. അത് കഴിച്ചു 1-2 കഴിച്ചാൽ പെട്ടെന്ന് കൂടും ഗൈസ്. നമുക്ക് ഇതൊക്കെ അങ്ങ് പറിച്ചെടുക്കാം ഗൈസ്. ചെസ്റ്റ് കുറവ് 3-4 ഐറ്റംസ് വരും ഗൈസ്. ഫുള്ള് എടുക്കാൻ പറ്റുന്ന തന്നെ നിറഞ്ഞു ഗൈസ്. ഗൈസ് നല്ല ഇഷ്ടം പോലെ സാധനങ്ങൾ ഗൈസ്. ഇതൊക്കെ നമുക്ക് ഞാൻ അവിടെയൊക്കെ വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റും കണക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ വരാം ഗൈസ്. പോ ഗൈസ്. പിന്നെ ഇവിടെ സ്റ്റെപ്പ് വെച്ച് നമുക്കിങ്ങനെ ചാടി കയറേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അങ്ങ് പോകാം. ക്രാഫ്റ്റിംഗ് ജോലി ഇവിടെ ഇരിക്കട്ടെ. 2 ചെസ്റ്റ് 2 1 ഇവിടെ. എന്നിട്ട് ജസ്റ്റ് അയൺ പോരട്ടെ. ഗ്ലൗസ് ഇത് അയ്യോ അത് കഴിഞ്ഞോട്ടെ. ഇത് പിന്നെ നമുക്ക് അവിടെ പോയി ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഇനി നമുക്ക് 2 ഡോർ കൂടെ വേണമല്ലോ. ചെസ്റ്റ് പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എന്തോ ആണെൻ്റെ പേര് ഗൈസ്. ചെസ്റ്റ് പ്ലേറ്റ് അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര് ഗൈസ്. ഈ സാധനം ഗൈസ്. ഈ സാധനം നിങ്ങൾ പറഞ്ഞു, കുറേ പേര് പറഞ്ഞു ബ്രോ അത് കുടിക്കരുത്, അത് കുടിച്ചാൽ വലിയ നഷ്ടമുണ്ടാവും, ഈ വില്ലേജ് ഫുൾ അവന്മാരുടെ കയ്യിലായിരിക്കും എന്ന് പറഞ്ഞു ഗൈസ്. ഇത് പൊട്ടിക്കാൻ കുറേ സമയം എടുക്കില്ല. ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, ഇറ്റേണിറ്റി ലേറ്റർ, 1 hour ലേറ്റർ. ഇത് പൊട്ടണില്ല ഗൈസ്. യെസ്. ഗൈസ് ഫൈനൽ. ഇവിടെ വേറെ ഒന്നും എടുക്കാനില്ലല്ലോ. ടോർച്ച് തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ നൈറ്റ് നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ് ഗൈസ്. ചാട്
ഗൈസ് പുതിയ വീട്ടിൽ ഫുഡൊന്നും കഴിഞ്ഞില്ല, ജെല്ലൊക്കെ വെക്കണം ഗൈസ്. അപ്പോൾ പുതിയ വീട്ടിൽ ആദ്യത്തെ നൈറ്റ് നമ്മളങ്ങനെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഓഫ് അവർ ന്യൂ അവർ ന്യൂ എന്താ പറയണപ്പോൾ ഇതിനാ ന്യൂ ന്യൂ ഹോം. ജസ്റ്റ് നമുക്കൊന്നും കളിച്ചേക്കാം ഗൈസ്. കയ്യിലേക്ക് കയറട്ടെ ഇങ്ങനെ ക്രൗച്ചിട്ട് എൻ്റെ വണ്ടി വെക്കാൻ പറ്റും. ഓ ഗൈസ് അത് വിളിച്ചു കിട്ടും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നോട്ട് ചെയ്തേക്കാം. ഇത് ഫർണസ് വെച്ചാൽ ഇങ്ങോട്ട് വന്നിട്ട് ഗൈസ് എന്നിട്ട് ഫർണസ് എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് വെക്കുക. അതായത് ഇത് അങ്ങ് പറിച്ചു കളയാം ഗൈസ്. ഇത് പറിക്കാൻ വല്ല ടൈം ഇതങ്ങനെ ഒരു മെനകേട് പോലെ ഗൈസ്. എൻ്റെ പൊക്കത്ത് വെക്കാം ഗൈസ്. എടാ അതും മെനകേട് ഗൈസ്. ഈ ഒരു ചെസ്റ്റ് ഇവിടെ വെക്കാം. ഈ ഒരു ചെസ്റ്റ് നമുക്ക് തൽക്കാലം ഇവിടത്തേക്ക് വെച്ചേക്കാം. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കാം. പി ഇരുന്നോട്ടെ. ടോർച്ച് ഗൈസ്. ഇങ്ങനെ ടോർച്ച് ഇവിടെ വരണം, ഇവിടെ വരണം, ഇവിടെ വരണം, പിന്നെന്താ ഇവിടെ വരണം. പിന്നെ ഗൈസ് നമുക്ക് പുറത്തേക്ക് വെക്കണം. ഇവിടെ വരണം, ഇവിടെ വരണം, ഇവിടെ രണ്ടെണ്ണം ഇടുന്നോട്ടെ. ഇവിടെ വരണം, ഇവിടെ ഒന്നം അല്ല ഒന്നൊന്ന് ഒരെണ്ണം, ഇവിടെ വരണം, ഇവിടെ വരണം, ഇവിടെ വരണം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി സാൻഡ് ഇവിടെ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ? സാൻഡ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാമായിരുന്നു. അതിന് മുമ്പ് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ നോക്കിയിട്ട് വരാം ഗൈസ്. ചെസ്റ്റ് പ്ലേറ്റ് നമ്മുടെ ഗോൾസ് പറഞ്ഞു ഗൈസ്. നമ്മുടെ ബേസ് ഓൾറെഡി പൂർത്തീകരിക്കാറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ ജസ്റ്റ് കേക്കാ, ഇതെന്തോ ഷുഗറാ മിൽക്ക് ആവോ ഗൈസ്, അതെന്തോ സാധനം ഗൈസ്. പിന്നെ എന്തോ കേക്ക്. പിന്നെ നമുക്ക് എന്താ ഇതൊന്ന് താഴോട്ടിരുന്നേ. നമുക്ക് എന്തായിരുന്നു വയ്ക്കാനുള്ളത് ഗൈസ്? ചെസ്റ്റ് പ്ലേറ്റ് ഗൈസ്. ചെസ്റ്റ് പ്ലേറ്റ് എന്നടിച്ചില്ല. ഇത് തന്നെ. ഇതിനുണ്ടാക്കാൻ ഒരു ചെസ്റ്റ് പ്ലേറ്റ് അങ്ങനെ എന്തോ സാധനം ഈ സാധനത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഗൈസ് ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇനി ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.